അങ്ങനെ കാപ്പുകൂടി എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ അമ്മ അവിടെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടി ബക്കറ്റ് തുളച്ച് അതിനകത്ത് വലയൊക്കെ ഇട്ട് അങ്ങനെ വേസ്റ്റ് വെജിറ്റബിൾസ് എല്ലാം വെച്ചൊരു മരത്തേക്കിട്ട് തൂക്കിയിട്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് വെള്ളം വരുന്നത് കുപ്പിക്കകത്ത് ശേഖരിക്കും. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേന് അമ്മ പറഞ്ഞു വെണ്ടയ്ക്ക നടാനുണ്ട്, വെണ്ടയ്ക്കയുടെ തൈ മുളച്ച് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ചെയ്യുന്ന പച്ചക്കറി അമ്മയ്ക്ക് നട്ടു കൊടുത്തേക്കാം എന്നോർത്ത് ഞാനും കൂടെ ഇറങ്ങി അമ്മയ്ക്ക് അത് കിളച്ചതെല്ലാം ഒരു 6 കുഴി എടുത്താൽ മതി കേട്ടോ. 5-6 തൈ നട്ടിട്ടുള്ളൂ അമ്മ. എന്നിട്ട് അമ്മ നേരത്തിനും വളമെല്ലാം മിക്സ് ചെയ്ത് വെച്ചതെല്ലാം അടിവളം എല്ലാം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി വെണ്ടയ്ക്കായെല്ലാം എല്ലാം കുഴിച്ചിട്ടു, അടിവളം എല്ലാം കൊടുത്ത് എല്ലാം ചെയ്തു. അന്നേരത്തിന് ആ മുരിങ്ങയുടെ ഇല വെട്ടിയത് അമ്മ കളയണ്ടെന്ന് പറഞ്ഞു. ആ ഇല പയർ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അമ്മ എല്ലാം ഇട്ട്. അപ്പോൾ ഉറുമ്പ് കണ്ടപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇടാൻ പറഞ്ഞു കേട്ടോ. മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഉറുമ്പ് ഒരു പരിധി വിട്ടൊക്കെ പോവേ. പിന്നെ ഞങ്ങളുടെ അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം മുറ്റത്തോടെ കാറ്റ് കൊള്ളാനൊക്കെ നടന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പിന്നെയും ഡിഷിൻ്റെ അകത്ത് പാകി വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി തൈയും മുളക് തൈയും. അതിന് ഒത്തിരി മഴ പെയ്ത് പോകണ്ടെന്ന് ഓർത്തിട്ട് ഷെയ്ഡിൻ്റെ അകത്ത് വെച്ചു കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ അതിൻ്റെ പുറത്തോടെ നടന്ന് എല്ലാത്തിനും ഈ ചവറെല്ലാം കെട്ടി വെക്കും. അമ്മയ്ക്ക് 1 മിനിറ്റ് ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അമ്മ ഏത് സമയം ഇങ്ങനെ പണിതുകൊണ്ട് എടുക്കും. അങ്ങനെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളകത്ത് കയറി. റോയിച്ചൻ കടയിലോട്ടും പോയി കേട്ടോ. ഇന്ന് ഞാൻ കടയിലൊന്നും പോയില്ല. അങ്ങനെ ഗേറ്റൊക്കെ അടച്ച് പോർച്ചെല്ലാം ഒന്ന് അടിച്ച് തുടച്ചെടുത്തു. പിന്നെ ഞാൻ വന്നിട്ട് എൻ്റെ അല്ലമാരിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പുളിയെല്ലാം കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ ചോറുണ്ടു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നാളത്തെ വ്ളോഗ് കാണുന്നുണ്ട്. പിന്നെ ടാറ്റ ബൈ ബൈ, സീ യു.